അതെ അതെ ആയതിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് നിരന്തരം കോളുകൾ വന്നിരുന്നു. അവർ കോൾ വന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ഫോണിലേക്ക് ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായിട്ടുള്ള കോളുകൾ വരുന്നുവെന്നും ആ കോളുകൾ പൈസ അടയ്ക്കാത്ത പക്ഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യും എന്നുള്ള ഒരു ത്രെട്ടനിങ് മെസ്സേജ് പോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസിന്റെ അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ റെലവന്റ് ആയിട്ടുള്ള ഭാഗമായിട്ടാണ് പോലീസ് കാണുന്നത്. ഈ രണ്ട് അന്വേഷണത്തിന്റെയും അന്വേഷണ മധ്യ ഇതിന്റെ വളരെ കൃത്യമായിട്ടൊരു പിക്ചർ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, അതിന് മുൻപുള്ള ദിവസങ്ങളിലും കോൾ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നേ ദിവസവും ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കോൾ വന്നതുകൊണ്ട് തന്നെ ഈ അധ്യാപിക പ്രിൻസിപ്പാളിന്റെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ആ വിദ്യാർത്ഥി പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ സംഭവത്തിന് ശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിരുന്ന ഒരു ഇൻസിഡന്റ് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ എത്രമാത്രം ഈ പറഞ്ഞിരിക്കുന്ന കോളിന്റെ ഒരു ത്രെട്ടനിങ് ആസ്പെക്ട് ഉണ്ട്, അതോടൊപ്പം ഈ മുൻകാലങ്ങളിൽ നടന്നിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ എത്രമാത്രം ഈ സംഭവത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണത്തെ മധ്യം നമ്മൾ വ്യക്തത കൊണ്ടുവരേണ്ട കാര്യമാണ്. നിതിൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളുണ്ട്, എല്ലാം ഒന്നും പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് കൊടുക്കുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, ആദ്യമായിട്ട് ചാനലാണെങ്കിൽ സബ് ചെയ്തേക്കുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്തേക്കുക. ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യന്റെ ഭാഗത്തും കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സാറ് അവൻ പരച്ചെറ്റയാണ്. അവൻ ചെയ്തതിന്റെ കർമ്മഫലമാണ് അവനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെ ശരിക്കും അദ്ദേഹം ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവന്റെ ഭാഗത്തെ തെറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് പുറമോട്ട് നമുക്ക് പോകേണ്ടി വരും. വരുന്ന കുറച്ച് കേസ് കെട്ടുകളും കാര്യങ്ങളുണ്ട് ഈ പയ്യൻ്റെ. നമുക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളിനോട് ഇവന്റെ കൂട്ടുകാർ ചില ആൾക്കാർ പോലും ഇവനെക്കുറിച്ച് നല്ലത് പറയുന്നില്ല. ഈ മരിച്ചുപോയ പയ്യനെ കുറിച്ചാണ് ഈ പറയുന്നത്. എവിടെയോ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആക്കാം. അതിനു മുമ്പ് ടീച്ചർ ഇപ്പം എല്ലായിടത്തും സംസാരമായി വരുന്നൊരു കാര്യമാണ് ടീച്ചർ സംബന്ധമായിട്ടുള്ളൊരു കാര്യം. ടീച്ചർ പുള്ളിക്കാരി ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്. ആ ടീച്ചറിൻ്റെ പേര് ലത എന്നാണ്. ഇവൻ്റെ അമ്മയുടെ പേരും ലത എന്നാണ്. ഇവന് ഒരു ലോൺ എടുത്തായിരുന്നു. ഈ ആപ്പ് വഴിയുള്ള ലോണും കാര്യങ്ങളൊക്കെ എടുക്കുള്ളൂ. അങ്ങോട്ട് 14,000 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അവൻ ലോണും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ എടുത്തത് ഈ നോമിനി വെക്കണമല്ലോ അവിടെ. പിന്നെ അതുപോലെ തന്നെ പേരൻസിൻ്റെ ഒക്കെ ഐഡിയും കാർഡ് ഒക്കെ വേണം. അപ്പോൾ ഇവൻ്റെ അമ്മയുടെ പേരില്ല ഏതാ. അപ്പം ഇവൻ എന്തെടുത്ത് അമ്മയുടെ ഇതും കൊടുത്ത് ടീച്ചറിൻ്റെ കൊടുക്കുകയും ചെയ്തു. ടീച്ചറിൻ്റെയാണ് ഐ ഡി കാർഡും ഒക്കെ, ടീച്ചറിൻ്റെയാണ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, ഇത് അടവ് മുടങ്ങിയപ്പം എന്തെടുത്ത് കോള് വന്നു. ഇപ്പം ഒരു അമ്മയ്ക്കും കോള് പോവാം, ചിലപ്പോൾ ടീച്ചറിനും പോയി കാണാം. അപ്പോൾ ടീച്ചർ എന്തെടുത്ത് ഈ കോള് പോയ സമയത്ത് കൊണ്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. കാരണം നിരന്തരമായിട്ട് പുള്ളി ലോണും കാര്യങ്ങളൊന്നും എടുത്തില്ല. നിരന്തരമായിട്ട് കോള് വരുന്നപ്പം പുള്ളി എന്തെടുത്ത് കൊണ്ട് പോലീസ് സ്റ്റേഷനോട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് 11 കാര്യം പോയി. ഓക്കെ, ഒരു കേസ് കെട്ട് അതാണ്. 3-4 മാസം മുമ്പ് വേറൊരു കേസ് കെട്ടുണ്ടായിരുന്നു. വേറൊരു കേസ് കെട്ടെന്ന് പറഞ്ഞാൽ ഞാനത് പേരെടുത്ത് പറയുന്നില്ല. തേനെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ക്ലൂ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ളവർക്കൊന്ന് മനസ്സിലാക്കാം. തേൻകണി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സംഭവം ഇവനൊരു വ്യക്തിയോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പെണ്ണാണെന്നുള്ള ഐ ഡി കൂടെ ഇവൻ ചാറ്റ് ചെയ്ത് കുറച്ച് പൈസയും കാര്യങ്ങളും തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ സിസ്റ്റർ വന്നിട്ട് അതൊക്കെ പറയുന്നത് വെച്ചാൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അതൊക്കെ കോളേജുകാർ അടിച്ചു വിടുന്നതാണ് എന്നുള്ള രീതി കുറേ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അല്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവനെ ഈ കോളേജിൽ വിളിച്ചവർ വാൺ ചെയ്ത് എഴുതി ഒപ്പിടിപ്പിച്ച് പിന്നെ സസ്പെൻഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു 1 മാസം. ഒരു വിഷയം അത് കിടക്കുന്നു. ഈ ഒരു വിഷയം കൂടെ അറിഞ്ഞാൽ അവൻ നാണക്കേടാവത്തില്ല. ഇവൻ എടുത്ത് ചാടിയത് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നേ വെച്ചാണ് ഇവൻ എടുത്ത് ചാടുകയൊക്കെ ചെയ്തത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം ഇവനെ വിളിച്ച് വരുത്തിയത് അവിടുത്തെ പ്രിൻസിപ്പളാണ്. വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞ് അവൻ്റെ ഫോൺ മേടിച്ചതിന് ശേഷമാണ് അവൻ ഈ പരിപാടി കാണിച്ചത്. അപ്പോൾ ഈ ചെക്കനെ ഇന്ന പോലെ ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വ്യക്തിയുടെ നിന്ന് പണം തട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ജാതിയ മതം അതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ അത് തന്നെ പറഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ വിവരങ്ങൾ മൊത്തം അറിയുകയൊക്കെ ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തു, എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് നിങ്ങളോട് ആദ്യമേ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ സാറിൻ്റെ കാര്യം എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഇതുപോലൊരു നാറി അയാൾ ഇടമൂളം കണ്ടിറങ്ങി പോയിട്ടോ കണ്ടുള്ളതാണ്. എനിക്ക് തോന്നി ഇവൻ്റെയൊക്കെ ഈ സ്വഭാവം കൊണ്ടായിരിക്കാം. കാരണം അതുപോലത്തെ ഒരു വൃത്തിയിട്ടൊരു മനുഷ്യനാണ് അയാൾ. ഒരു പിള്ളേർക്കും അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. പിന്നെ ആ മറ്റേ മേഡം 2 പേർക്കാണ് സസ്പെൻഷൻ കൊടുത്തത്. ആ മേഡം ഒരു പാവമാണെന്ന് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ സാറിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് തന്തയ്ക്കും തള്ളയ്ക്കും എടുത്തിട്ട് വിളിക്കാനുള്ള വകുപ്പുകളുണ്ട്. അതുപോലത്തെ തോന്നിവാസങ്ങളാണ്
അയാൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ പേരിൽ അന്ന് കേസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രായപൂർത്തി ആവാത്തതുകൊണ്ട് ആ ഒരു കേസ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി ഇങ്ങനെ പോകുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അന്ന് ഹണി ട്രാപ്പ് നടത്താൻ ഉദ്ദേശിച്ച ടീംസ് ഈയിടയ്ക്ക് അവൻ്റെ കോളേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കോളേജുകാരൊക്കെ അറിഞ്ഞ് അത് ഒത്തുതീർപ്പാക്കി ഇങ്ങനെ നിർത്തിയൊക്കെയായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്കിനി പോലീസുകാർ പറയുന്നത് വെക്കാം. ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ. പയ്യനും ഒട്ടും ശരിയല്ല. നമ്മൾ പല കേസ് കെട്ടുകളും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പയ്യൻ ഇത്രയ്ക്ക് ഇതായിട്ട് വരുന്നത്. കാരണം ഇന്നലെ വരെ അവനെ എല്ലാവരും വാഴ്ത്തി പാടിയപ്പം ഒന്ന് രാവിലെ തിരിഞ്ഞപ്പോൾ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണെന്ന് അറിയുമ്പോഴേ ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ പയ്യൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇപ്പം ഞാനിത് തെറ്റുണ്ടോ എന്ന് എടുത്ത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിക്കും. ഇന്ന 2 കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. ഒരു ആപ്പിൽ കൂടെ ലോൺ എടുക്കുമ്പോൾ എന്തിന് ടീച്ചറിൻ്റെ ഇതെടുക്കണം? ആ ടീച്ചർ പോലും അത് അറിഞ്ഞിട്ടില്ല. അവനുമായിട്ട് നല്ല ക്ലോസ് ആണ് ആ ടീച്ചർ, നല്ല കൂട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അവൻ്റെ സിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിൽ കൂടെ ലോൺ എടുക്കുമ്പം നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെല്ലാവരും ഇവർ വിളിക്കുമെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല, അത് പോലീസുകാർ കണ്ടുപിടിക്കേണ്ടതാണ്. അവൻ്റെ അമ്മ ലതയെ കിട്ടാത്തത് കൊണ്ടാണോ ഇനി ഈ ലതയെ വിളിച്ചതെന്നോ അതൊക്കെ പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിന് മുമ്പ് ഇവൻ ഇന്ന പോലെ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ വേറൊരു പണി ചെയ്ത് തേൻകണി എന്ന് പറയും അത് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്. ഓക്കെ, ഇനി നമുക്ക് സാറുമാർ സംസാരിക്കുന്ന നോക്കാം. അങ്ങനെ ഒരു പരാതി ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തിൽ ലഭിച്ച ഒരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ പരാതി പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പോലീസ് കാണുന്നില്ല. പക്ഷെ ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പല ഇൻസിഡൻസും, ആ സംഭവം പ്രധാനമായിട്ടും ഇവിടെ ലഭിച്ചിരുന്ന പരാതി ഈ കുട്ടിക്കെതിരെയുള്ള പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ ലഭിച്ചിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അന്വേഷണ മധ്യേ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അത് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിൻകാലത്ത് ആ പരാതിക്കാരന് മനസ്സിലാവുകയാണ് ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും പക്ഷെ തുടർന്ന് അതിലൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരാതിക്കാരൻ തയ്യാറാവാത്തത് കൊണ്ട് അതൊരു പെറ്റീഷൻ എന്ന രീതിയിലേക്ക് ഇവിടെ അന്വേഷിക്കുകയും അതിന്റെ രേഖകൾ പോലീസ് സ്റ്റേഷൻ ലഭ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അന്ന് അത് ആരാണ്, അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നത് കോളേജിന്റെ പ്രിമൈസസിലേക്ക് വന്ന് ആയതിനെ തുടർന്നൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലതരത്തിലേക്കുള്ള അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള മനസ്സിലായി കാണുമല്ലോ. ഈ കാര്യം ഓൾറെഡി കോളേജ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന് നല്ല രീതിയിൽ അവർ വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവരെല്ലാം എഴുതി ഒപ്പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കോളേജിനെ കൂടെ പേര് പോകുന്നൊരു കേസ് കേട്ടാണ് സത്യത്തിലും. അതിന് അവർ രഹസ്യമായിട്ട് കാണിച്ചത്. അത് ഏറ്റവും വലിയ തോന്നിയാവസ്ഥയാണ്. അവൻ്റെ വീട്ടിൽ തന്നെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറയേണ്ട ഒരു ഉത്തരവാദിത്വം വേണമായിരുന്നു. അത് പോലീസുകാരും കോളേജുകാർ എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതുകൊണ്ടാണ് നീയൊക്കെ ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾ. ഓക്കെ, അത് മാത്രമല്ല, ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മറ്റേ സാറ് ഇവനെ അങ്ങ് കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരുന്നത്. ഇവൻ്റെ അടുത്ത് മാത്രം അത് ഇത്ര കലിപ്പെന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്. ഇത് മാത്രമല്ല പല രീതിയിലാണെങ്കിൽ പോലും അത് വെച്ചിട്ടാണ് അവൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നത്. അയാളെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുവാണെങ്കിൽ അവനെപ്പോലെ ഒരു കൂറയില്ല, വൃത്തിയുടെ സ്വഭാവം, ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരാൾ, ആ ഒരു ക്യാരക്ടറാണ് അയാളെ. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. നമ്മൾ ആവർത്തിക്കില്ല എന്ന് കോളേജിന്റെ രേഖകളിലേക്ക് എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് രേഖകൾ ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ട് അത്തരത്തിൽ രേഖകൾ നമ്മൾ ഈ കേസിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിയുടെ കാര്യം ഇവിടെ ആര് പറഞ്ഞു? അവന്റെ സിസ്റ്റർ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നത്. അവന്റെ സിസ്റ്ററും ഈ പറയുന്ന പോലെ ഈ ആപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ അന്ന് ഇവനെങ്ങാണ്ട് ഹണി ട്രാപ്പ് ഈ പറയുന്ന അന്ന് ആ പയ്യന ആ ട്രാപ്പും ഈ പറയുന്ന കെണി പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിയല്ലോ. ഈ നടത്തിയ സമയത്ത് ഈ 4 ലക്ഷം രൂപയോളം കിട്ടുമോ അങ്ങനെ ചെയ്തെന്നാ എനിക്കറിയേണ്ടത്. ഈ പൈസയൊക്കെ എവിടെ പോയി? ഈ ഒരു സാധാരണപ്പെട്ട വീട്ടിലൊരു പയ്യനാണെങ്കിൽ ഇവൻ ഈ പൈസ എങ്ങനെ ഉപയോഗിക്കും? അവൻ അറിയത്തില്ല എങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ ഇവൻ്റെ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി വലിയ ടീംസോട്ടോ വല്ല ബന്ധമുണ്ടോ, ഇനി വേറെ വല്ല പരിപാടിയുണ്ടോ, അടിയുണ്ടോ, കുടിയുണ്ടോ, വലിയുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ നല്ല, അല്ലെങ്കിൽ വല്ല സെയിലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. അത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അന്വേഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ അഥവാ അത്രയും പൈസ കിട്ടുമ്പോൾ അവൻ എന്ത് ചെയ്ത്? ചിലപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇനി ആ പൈസ വേറെ ആരെങ്കിലും ഇവർക്ക് അറിയാവുന്നവർ, ഞാൻ അതിലോട്ട് പോകുന്നില്ല, പോയാൽ ചിലപ്പം കൂടിപ്പോകും. ഓക്കെ, അന്നേരം ഇതൊന്നും മീഡിയ സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് മീഡിയ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല? ഞാനത് ആലോചിക്കുന്നത്. മീഡിയ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കൂടുതലും സങ്കടം വരുന്നത്. മീഡിയക്കാർ ഇത് ചർച്ച ചെയ്യണം, ഈ കാര്യങ്ങൾ എടുത്ത് പറയണം. നിങ്ങൾ എപ്പോഴും ജാതി മതം അത് ഇത് മറ്റേത് മറിച്ചത് സങ്കടവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് റേറ്റിംഗ് കൂടും. പക്ഷെ സത്യാവസ്ഥ ജനങ്ങളോട് എത്തുന്നില്ല. ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നത് തന്നെ. സോഷ്യൽ മീഡിയയും കാര്യങ്ങളും നമ്മളെപ്പോലുള്ള റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് സത്യങ്ങൾ തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആരും അത് വിശ്വസിക്കില്ല. ന്യൂസിൽ വരുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, എന്തായാലും ബാക്കി കൂടെ വെക്കാം. നിലവിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ ആ ലോൺ
ആപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ പെർമിഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ പലപ്പോഴും നമ്മളുടെ മൊബൈൽ കോൾ മൊബൈൽ കോൺടാക്ട്സ് ഒക്കെ എല്ലാം തന്നെ ഈ ലോൺ ഏജൻസിക്ക് ലഭിക്കാറുണ്ട്. പല ലോൺ ആപ്പ് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺടാക്ട്സിലേക്ക് പലപ്പോഴും ഈ ലോൺ ആപ്പിന്റെ ആൾക്കാർ ഫോൺ ചെയ്ത് ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഇതിലൊരു അധ്യാപികയുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന മെസ്സേജ് പോലീസ് ഈ വിഷയത്തിലേക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് കണ്ടിന്യൂസ് ആയി 10-ാം തീയതി ഒരുപാട് കോളുകൾ അധ്യാപികയ്ക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലേക്കും അത്തരത്തിലുള്ള കോളുകൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആയത് ഉടനെ തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും കൂടെ ഈ വിദ്യാർത്ഥി ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് ആ ചാറ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രഥമ ദൃഷ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആയത് കൂടുതൽ അന്വേഷണത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസുള്ളത്. മറ്റ് കേസുകളൊന്നും ഓക്കെ, പോലീസ് പറഞ്ഞു കേട്ടല്ലോ. നമുക്ക് അവന്റെ സിസ്റ്റർ പറയുന്നത് നോക്കാം. ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ അറിവിൽ ഇതിനുമായി ബന്ധപ്പെട്ട്? മറ്റ് കേസുകൾ ഇല്ല, മറ്റ് കേസുകളൊന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എവിടെ സ്റ്റേഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി തിരക്കാം. പിന്നെ കോളേജിൽ അല്ല, നമ്മൾ അത്ര മണ്ടന്മാരൊന്നും അല്ല ചേച്ചി, അത്ര മണ്ടന്മാരൊന്നും അല്ല. അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. ഇവിടെ എല്ലാവരും മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് വന്ന് പറഞ്ഞ ആരാണ്? ഈ സാറ് തന്നെയല്ലേ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തേ. ഇവർക്കൊന്നുമില്ല എന്നുള്ള രീതി ഇവിടെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ജാതി മതത്തിന്റെ കാര്യം വെച്ച് സംസാരിച്ചെന്ന് പറയുന്നു. പിന്നെ പട്ടി പൂച്ച അങ്ങനെയൊക്കെയുള്ള വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തോ അന്വേഷിക്കുമ്പോൾ ഞാൻ ഇവരെയും കൂടെ ഒന്ന് ചോദ്യം ചെയ്താൽ നല്ലതായിരിക്കും. സീരിയസ്ലി ഞാൻ പറയുന്നത്, ഇവരെയും കൂടെ ഒന്ന് ചോദ്യം ചെയ്താൽ നല്ലതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ പറയുന്നത്. കേസെടുക്കുകയും ഒക്കെ ചെയ്തു. നിങ്ങൾ പറയാൻ വന്നത് പൂർത്തീകരിച്ചു. കോളേജുകാർ പറയുന്നു ഹണി ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അതെ, കോളേജുകാർ പിന്നെ പറയുന്ന ഹണി ട്രാപ്പ്. എന്തോന്ന് ഹണി ട്രാപ്പ്? ഇവന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഞാനും എന്റെ ചേച്ചി അച്ഛൻ, പിന്നെ എന്റെ ഹസ്ബൻഡ്, ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോൻ കുഞ്ഞമ്മ, ഇവരൊക്കെയാണ് അവന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ഫുള്ള്. അത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇവിടെ ചേച്ചി ഇവൻ ആരുമായിട്ടൊക്കെ കോൾ ചെയ്തിട്ടുണ്ട്. ഇവന്റെ ഫോൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് സിം യൂസ് ചെയ്ത് ഇത്ര കാലത്തിൽ അവൻ ആരോടൊക്കെ സംസാരിച്ചു എന്നുള്ള ഡീറ്റെയിൽ മൊത്തം എടുക്കാൻ പറ്റും. എല്ലാം എടുക്കാൻ പറ്റും. ആ ഫോണിൽ ഏതൊക്കെ സിം എടുക്കാൻ പറ്റി, ഇതെല്ലാം ഇവിടുത്തെ കേരളത്തിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല ചേച്ചി. എടുത്ത് വരുവാണെങ്കിൽ ഇവൻ ആരെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ആരെ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ടോ, അതെല്ലാം തെളിവൊക്കെ ചെയ്യും. നിങ്ങൾ ഈ പറയുന്ന ബാങ്ക് ഡീറ്റെയിൽ അത് ഇത് എടുത്ത് വേണമെങ്കിൽ ആൾക്കാരെ പറ്റിക്കാം. ഈ ന്യൂസുകാരെ ഇരിക്കുന്നവരെ വേണമെങ്കിൽ പൊട്ടന്മാരാക്കാം. നമ്മളത്ര പൊട്ടന്മാരൊന്നുമല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവരുൾപ്പെടെ എന്തൊക്കെ ഇവർക്കും ചില കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ എന്നെ എല്ലാവരും തന്തയ്ക്ക് വിളിക്കാൻ എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനിവിടെ വന്ന് പറയുന്ന കറക്റ്റ് കാര്യമാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല. കള്ളം പറഞ്ഞ് എനിക്ക് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് വള്ളി വരുന്നൊരു കേസ് കേട്ടാണ്, പണി കിട്ടുന്നൊരു കേസ് കേട്ടാണ്. എന്നിട്ട് ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും സത്യം ഉണ്ടായിട്ടാണ് പറയുന്നത്, ചുമ്മാ വന്നിട്ടല്ല പറയുന്നത്. ഏത് അക്കൗണ്ട് എടുത്ത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഫുൾ ചെക്ക് ചെയ്തിരുന്നാലും അതേ കിട്ടത്തുള്ളൂ. പിന്നെ ഹണി ട്രാപ്പ്, ഈ ആവശ്യമില്ലാത്ത കഥകൾ എന്തിനാണ് ഈ കോളേജുകാർ ഇറക്കുന്നത്? അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെ ജയിച്ചാലല്ലേ ഇനി അടുത്ത കുട്ടിക്ക് ഇത് അടുത്ത കുട്ടീനെ അടുത്ത വർഷം കൊല്ലാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോ കഥകൾ അവരുണ്ടാക്കി, ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി അടുത്ത വർഷം ഒരു കുട്ടിക്ക് ഇതുപോലെ വരാം. ഈ വർഷം തന്നെ ഒരു കുട്ടിക്ക് ഉണ്ടാവാമല്ലോ. ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അല്പം മുമ്പ് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു, അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞതാണ്, പട്ടാമ്പിയിലെ മറ്റൊരു കേസ്, ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ആ പരാതിയെ കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ കോളേജിലാണ് എത്തിയത്. അപ്പോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എഴുതി നൽകിയതിന്റെ രേഖയടക്കം അവർക്ക് ലഭിച്ചു. അപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായി നിങ്ങളോട് ഇതുവരെയും കോളേജ് അധികൃതർ അറിയിച്ചിട്ടില്ല? സാർ ഒരിക്കലും ഹണി ട്രാപ്പ്, സാർ അങ്ങനെ ഹണി ട്രാപ്പ് എന്നുള്ള ഒരു കാര്യമേ നടന്നിട്ടില്ല. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പൈസ തട്ടിക്കുന്ന, ഈ വീട്ടിലിരിക്കുന്ന ഈ പയ്യൻ എന്തിനാണ് മറ്റുള്ളവരുടെ പൈസ? കോളേജിൽ പോകാനാണെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കുന്നത്. ഇവനെങ്ങനെ വീട്ടിൽ ഇരുന്നു? ഇവന് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടോ? അതിന്റെ കാരണങ്ങൾ എന്താണ്? ഇവന് സസ്പെൻഷൻ കിട്ടിയാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ആർക്കെങ്കിലും അറിയാം? ഇത് കാണുന്നത് നിങ്ങൾക്ക്. ഇവന് സസ്പെൻഷൻ കിട്ടിയിട്ടാണ് അവൻ 1 മാസം വീട്ടിൽ ഇരുന്നത്. അതിന്റെ റീസൺ ഇതൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഇതിപ്പം ഈ ന്യൂസ് വലിയ രീതിയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവനെ സേഫ് ആക്കാനേ ഇവർ നോക്കത്തുള്ളൂ. ഇവനെ സേഫ് ആക്കി കഴിഞ്ഞാലേ അവർക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഒരു സ്വന്തം അക്കൗണ്ടിൽ കൊണ്ടൊരു മനുഷ്യനിട്ടാണ്. ചെക്കൻ ആകെ 6 മാസം ആയിട്ടുള്ളൂ കോളേജിൽ എത്തിയിട്ട്. ഇതിനിടയിൽ ആ സ്ത്രീ ആയി ചമഞ്ഞ് ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് ചെക്കൻ മൈനർ ആയതുകൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കി വിട്ട് എടപ്പാൾ സ്വദേശികളായിരുന്നു ഇരകൾ. ഇതിൻ്റെ പേരിൽ കോളേജിൽ സസ്പെൻഷൻ ആയിരുന്നു. അതിനുശേഷം ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഓൺലൈൻ ലോൺ എടുത്ത് അടുത്ത വേറെ ഇഷ്യൂ ഇതിൻ്റെ ഭാഗമായി ഫോൺ മേടിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചപ്പോഴാണ് ഇവൻ ഈ കടും കൈ ചെയ്തത്. ഒരു നാണയത്തിൻ്റെ 2 വശം നോക്കി വേണം വിധി പറയാൻ. ഈ ഫോട്ടോയിൽ കാണുന്ന ലേഡി ഡോക്ടർ അത്രയും നല്ല അധ്യാപികയാണ്. അവരെ പറ്റി ആർക്കും ഒരു പരാതി ഇല്ല. ഓക്കെ, ഇതാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ. അത് താഴെ കിടപ്പുണ്ട്.
അതും സ്വന്തം അക്കൗണ്ടിൽ കൂടെയാണ് വൈശാഖസ് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പയ്യൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ പറയും കൊച്ചു പയ്യൻ അങ്ങനെ ചെയ്യുമോ. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ 14, 13, 15, 16 വയസ്സുള്ള അവന്മാരാണ് ഈ പറയുന്ന മറ്റേ ഗ്രൂപ്പ് ഉണ്ടല്ലോ, പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ച് തല വെട്ടിയിട്ട് ഓരോ തോന്നിയാവസങ്ങളൊക്കെ കാട്ടി കൂട്ടി ഉണ്ടാക്കി അത് അടുത്ത സൈറ്റിലൊക്കെ ഇട്ട് കൊടുക്കുന്നതിൽ ഇതുപോലുള്ള ചെറിയ പിള്ളേരാണെന്ന് പറഞ്ഞ് നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ? ഇത് കാണുന്ന അമ്മമാരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മക്കളിരുന്ന് ഫോണൊക്കെ നോക്കുമ്പോൾ പഴയ ആൾക്കാരല്ല ഇപ്പോഴത്തെ പിള്ളേർ, പറഞ്ഞ് മനസ്സിലായോ? അവന്മാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അവന്മാരുടെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പറഞ്ഞ് മനസ്സിലായോ? അത് ഏതൊക്കെ രീതി പോകുന്നുള്ള രീതിയിൽ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നാളെ ഇതുപോലെ വീട്ടിലാണ് പോലീസും അതും ഇതുമൊക്കെ കയറി വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വിവരമുള്ളവർ മനസ്സിലാക്കുക, അല്ലാത്തവർ തെറി പറയാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം. ബൈ.